ഫവജദഹ, അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതായി അദ്ദേഹം കണ്ടു. അലാ ഖൗമിൻ, ഒരു സമൂഹത്തിൻ്റെ പുറത്താണ് സൂര്യൻ ഉദിക്കുന്നത്. ഇന്നലെ ഐനിൻ ഹമിയത്തിൻ്റെ വിശദീകരണം നമ്മൾ പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ ഒരു വകുപ്പ് ഇവിടെയും പുതിയതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഏതായാലും അലാ ഖൗമിൻ, ഒരു സമൂഹത്തിൻ്റെ ാണ് സൂര്യൻ ഉദിക്കുന്നത്. ലം നജഅൽ ലഹും മിൻ ദൂനിഹാ സിത്ര, ആ സമൂഹത്തിന് സൂര്യനിൽ നിന്നും മറ നമ്മൾ കൊടുത്തിട്ടില്ല എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് രണ്ട് രീതിയിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, വീടുകളോ അല്ലെങ്കിൽ മരത്തിൻ്റെ തണലുകളോ അങ്ങനെ തണലിന് ഒന്നുമില്ലാത്ത വെറും വെയിലിൽ മാത്രം ജീവിക്കുന്ന ഒരു സമൂഹം എന്നതാണ് ലം നജഅൽ ലഹും മിൻ ദൂനിഹാ സിത്ര എന്ന വാക്കിൻ്റെ ഉദ്ദേശം എന്നതാണ്. രണ്ടാമത്തെ ഒരു ഉദ്ദേശം വസ്ത്രം ധരിക്കുന്ന ഒരു സമൂഹം അല്ല എന്നൊരർത്ഥം പറയപ്പെടുന്നുണ്ട്. ഇന്നും പല നാടുകളിലും ഉണ്ട്. ഈ ആൻഡമാൻ നിക്കോബാറിലൊക്കെ ഉണ്ട് മനുഷ്യരുടെ ചില വിഭാഗങ്ങൾ വസ്ത്രം തീരെ തന്നെ ധരിക്കാത്ത ആൾക്കാർ. അന്നത്തെ കാലഘട്ടമാകുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകാം. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് അതിനെ ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ച് കാണുന്നത്. ഹത്താ ഇദാ ബലഗ മത്ലഅ അശംസി, സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്തെത്തി. ഫവജദഹാ തത്ലുഉ അലാ ഖൗമിൻ ലം നജഅൽ ലഹും മിൻ ദൂനിഹാ സിത്ര, അങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്കാണ് സൂര്യൻ ഉദിക്കുന്നത്. ഇന്നലെ നമ്മൾ സൂര്യൻ അസ്തമിക്കുന്നത് ഒരു ചെളിവെള്ളത്തിലേക്കാണ് എന്ന് പറഞ്ഞതിൻ്റെയും അതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പറയാൻ പറ്റുന്ന, വിമർശിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്. നമ്മൾ കേൾക്കുമ്പോൾ യാതൊരു അസ്വാഭാവികതയും തോന്നാറില്ല. തത്ലുഉ അലാ ഖൗമിൻ ലം നജഅൽ ലഹും മിൻ ദൂനിഹാ സിത്ര, അങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് സൂര്യൻ ഉദിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു അസ്വാഭാവികതയും തോന്നുന്നില്ല. സാധാരണമായൊരു കാര്യം, ഒരു മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ആശയവും അതിനകത്തുള്ളതായിട്ട് നമുക്ക് തോന്നില്ല. അതുപോലെ തന്നെയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞ അല ഐനിൻ ഹമിയത്തിൻ എന്ന വാക്കിനെയും ആ ഒരു നിലയിൽ മനസ്സിലാക്കിയാൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. കദാലിക ഖദ് അഹത്നാ ബിമാ ലദൈഹി ഖുബ്റ സുമ്മ അത്ബഅ സബബ, വീണ്ടും അദ്ദേഹം മറ്റൊരു വഴിയിലേക്ക് യാത്രയായി. ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർദി വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം മറ്റൊരു വഴിയിലേക്ക് യാത്രയായി. ആ വഴി ഏതാണ്? ആദ്യത്തെ രണ്ട് യാത്രകളും അതിൻ്റെ ദിക്കുകളൊക്കെ പറഞ്ഞു. ഒന്ന് പടിഞ്ഞാറാണ് ആദ്യത്തേത്, പിന്നെ കിഴക്കാണ്. പക്ഷേ മൂന്നാമത്തേതിൻ്റെ യാത്ര എങ്ങോട്ടായിരുന്നു എന്നുള്ളത് കൃത്യമായി ഖുർആൻ പറയുന്നില്ല. വടക്ക് ഭാഗത്തേക്ക് എന്ന് ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. ഏതായാലും ആ യാത്ര അദ്ദേഹം ചെന്ന് നിൽക്കുന്നത് രണ്ട് മലകളുടെ ഇടയിൽ ഉള്ള ഒരു കെട്ടിൻ്റെ അടുത്താണ്. രണ്ട് മലകൾ ചേർത്ത് വെച്ച് വലിയൊരു കെട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ചെറിയ ചില ദ്വാരങ്ങളുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് യഅ്ജൂജ് മഅ്ജൂജ് എന്ന് പറയുന്ന സംഘം ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും യഅ്ജൂജ് മഅ്ജൂജ് എന്ന ഈ സംഘം പുറത്തേക്ക് വരികയും പുറത്തേക്ക് വന്ന് ആ പരിസരങ്ങളിൽ അതിൻ്റെ വെളിയിൽ ജീവിക്കുന്ന മനുഷ്യരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ ദുൽഖർനൈൻ അവിടെ എത്തുമ്പോൾ ആ സദ്ദിൻ്റെ അഥവാ കെട്ടിൻ്റെ പുറത്ത് താമസിക്കുന്ന ആൾക്കാർ ഹത്താ ഇദാ ബലഗ ബൈന സദ്ദൈൻ വജദ മിൻ ദൂനിഹിമാ ഖൗമൻ, അവിടെ ഒരു സമൂഹത്തെ ഇദ്ദേഹം കണ്ടു. ലാ യകാദൂന യഫ്ഖഹൂന ഖൗല, അവരുടെ നമ്മൾ പറയുന്ന വർത്തമാനമൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. വേറെന്തോ ഭാഷ സംസാരിക്കുന്നവരോ അല്ലെങ്കിൽ ഭാഷയില്ലാത്തവരോ ആംഗ്യമുള്ളവരോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം, അല്ലാഹു ആലം. ഏതായാലും ഒന്നും മനസ്സിലാകാത്ത, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്തൊരു സമൂഹത്തിലേക്കാണ് ദുൽഖർനൈൻ എത്തിയത്. ഖാലു, ഇപ്പം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്ത സമൂഹമാണെങ്കിൽ നമുക്കിങ്ങോട്ട് പറയാനും അവർക്ക് കഴിഞ്ഞോളണമെന്നില്ല. പക്ഷേ അല്ലാഹു ഉടന്ന് പറയുന്നത് ഖാലു, അവർ ദുൽഖർനൈനിയോട് ഇങ്ങോട്ട് പറഞ്ഞു എന്നാണ്. അപ്പോൾ ആ വാക്കിനെ ആംഗ്യരൂപത്തിൽ ദുൽഖർനൈനിയുമായി അവർ സംസാരിച്ചു എന്ന നിലയിൽ മനസ്സിലാക്കാവുന്നതാണ്. അല്ലാഹു അലം. ഖാലു യാ ദുൽഖർനൈൻ ഇന്ന യഅ്ജൂജ വമഅ്ജൂജ മുഫ്സിദൂന ഫിൽ അർദ്, യഅ്ജൂജും മഅ്ജൂജും ഇവിടെ വലിയ കുഴപ്പങ്ങളാണ് ഉണ്ടാക്കുന്നത്.
ഫഹൽ നജ്അലു ലക ഖർജൻ അലാ അൻ തജ്അല ബൈനനാ വബൈനഹും സദ്ദ. അവരും ഞങ്ങളും തമ്മിൽ ഒരു മറ വേണം, ഒരു തടസ്സം വേണം. ഞങ്ങളുടെ അതിലേക്ക് എത്താൻ കഴിയാത്ത രീതിയിൽ ഇപ്പോൾ പൊളിഞ്ഞു കിടക്കുന്ന ഭിത്തി ഒന്ന് പുനർനിർമ്മിച്ച് തരാൻ ഞങ്ങൾ എന്തെങ്കിലും ഒരു സാമ്പത്തികമായ ഒരു സംഖ്യ നിങ്ങൾക്ക് തരാം. ആ സംഖ്യ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തു തരാൻ കഴിയുമോ? അപ്പോൾ ഒരു വലിയ സംഘം താമസിക്കുന്നിടത്ത് ഒരു രാജാവ് എത്തുമ്പോൾ ആ രാജാവിനോട് ചോദിക്കേണ്ടുന്ന കാര്യം എന്താണ്? അവർക്ക് തന്നെ അവിടെ ചെയ്യാനല്ലേ ഉള്ളൂ എന്നൊക്കെയുള്ള സ്വാഭാവികമായ ചില സംശയങ്ങൾ വരാം. അതിനാണ് തൊട്ട് മുമ്പത്തെ ആയത്തിൽ കദാലിക ഖദ് അഹത്നാ ബിമാ ലദൈഹി ഖുബ്റ എന്ന ഒരു വാക്കുണ്ട്. ആ വാക്കിന് വിശദീകരണം പറയുന്ന അദ്ദേഹത്തോടൊപ്പം നല്ല സൈനിക ശക്തി സംഘങ്ങളും ആവശ്യത്തിനുള്ള എല്ലാ വിഭവങ്ങളും ഒരുക്കങ്ങളുമായിട്ടുള്ളൊരു യാത്രയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒറ്റയ്ക്കുള്ള ഒരു രാജാവ് യാത്ര ചെയ്യുമ്പോൾ അത് പരിവാര സമേതമായിരിക്കും യാത്ര ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ യാത്രയും അങ്ങനെ തന്നെയാണ്. ഒരൊറ്റയ്ക്കുള്ള യാത്രയല്ല, അദ്ദേഹത്തോടൊപ്പം സൈന്യങ്ങളും ആവശ്യമായ വസ്തുക്കളെല്ലാം ശേഖരിച്ചുകൊണ്ട് കൂടെ കൊണ്ടുള്ള യാത്രയാണ്. അപ്പോൾ ഈ നാട്ടുകാർ ചോദിക്കുകയാണ്, നമുക്ക് ഒരു ഭിത്തി നിങ്ങൾ കെട്ടിത്തരുമെന്ന്. പിന്നെ യജൂജ് മഅജൂജ് എന്താണ് എന്നത് വേറൊരു സംശയം ഒരു പക്ഷേ നമുക്ക് തുടങ്ങിയിട്ടുണ്ടാവാം. യജൂജ് മഅജൂജ് മനുഷ്യൻ തന്നെയാണ്, അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ജീവിയൊന്നുമല്ല, മനുഷ്യവർഗത്തിൽപ്പെട്ട ജീവികൾ തന്നെയാണ് യജൂജും മഅജൂജും. പിന്നെ മനുഷ്യരിലെ ഒരു പ്രത്യേകമായ വിഭാഗമാണ് യജൂജ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വജഅൽനാ ദുർരിയ്യതഹു ഹുമുൽ ബാഖീൻ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളാണ് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നവരെല്ലാം. ആദം നബിയുടെ മക്കളാണ്. അതുപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്തുള്ള പ്രളയത്തിന് ശേഷം മനുഷ്യരെല്ലാം ഇല്ലാതാവുകയും അതിനുശേഷം വന്നിട്ടുള്ളതെല്ലാം നൂഹ് നബിയുടെ ആ സന്താന പരമ്പരയിൽപ്പെട്ടവരാണെന്ന് ലോകത്തുള്ളതെല്ലാവരും എന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ വജഅൽനാ ദുർരിയ്യതഹു ഹുമുൽ ബാഖീൻ. നൂഹ് നബിയുടെ സന്താനത്തെ മാത്രം ഈ ലോകത്ത് നിലനിർത്തി. അപ്പോൾ നമ്മളെല്ലാവരും നൂഹ് നബിയുടെ മക്കൾ തന്നെയാണ്, ആദം നബിയുടെ മക്കളായതുപോലെ. നൂഹ് നബിക്ക് മക്കളിൽ ബാക്കിയായത് 3 പേരാ. ഒരു മകൻ വെള്ളത്തിൽ പോയ കാര്യം നമുക്കറിയാം. 3 പേരാണ് ബാക്കിയായത്. അതിലൊന്ന് സാമാണ്, മറ്റൊന്ന് ഹാമാണ്, വേറൊന്ന് യാഫസാണ്. ഈ 3 പേരാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ. സാമിൻ്റെ മക്കളാണ് അറേബ്യൻ നാടുകളിൽ ആ പരിസരങ്ങളിലൊക്കെ ഉള്ളത് സാമിൻ്റെ മക്കൾ എന്നാണ് പറയുന്നത്. അതാണ് സെമിറ്റിക് മതങ്ങൾ, സെമിറ്റിക് ഭാഷകൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അറബി ഭാഷ സെമിറ്റിക് ഭാഷയാണെന്ന് പറയും. അതുപോലെ ഹിബ്രു സെമിറ്റിക് ഭാഷയാണെന്ന് പറയും. ഈ സാമിലേക്ക് ചേർത്തിട്ടാണ് ആ ഒരു പദം ഉണ്ടായിട്ടുള്ളത്. അറേബ്യൻ നാടുകൾ, പിന്നെ ഇറാഖ്, ഇറാന്, ആ ഒരു പ്രദേശങ്ങളിലൊക്കെ കൂടുതലായി കേട്ടോ. എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെ ചില ആൾക്കാർ ബാക്കിയായിട്ടുണ്ടാകാം. കൂടുതലായും ഈ ഒരു സമൂഹം താമസിക്കുന്നത് ആ പ്രദേശങ്ങളിലാണ്. ഹാമിൻ്റെ മക്കളാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉള്ളവർ എന്നാണ് അതിൻ്റെ വിശദീകരണം. ഇസ്ലാമിക ചരിത്രകാരന്മാരുടെ വിശദീകരണം അങ്ങനെയാണ്. അൽ കാമിൽ ഫി താരീഖിൽ ഇബ്നു അസീർ എഴുതുന്നതനുസരിച്ച് അങ്ങനെയാണ്. ഹാമിൻ്റെ മക്കളാണ് ആഫ്രിക്കയിലുള്ള ജനങ്ങൾ. പിന്നെ യാഫസിൻ്റെ മക്കളാണ്, അത് ഈ ചൈന, മംഗോളിയ ആ ഒരു പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ, അതുപോലെ തുർക്കികൾ പോലുള്ള പ്രത്യേകമായ സമൂഹങ്ങൾ, അതൊക്കെയാണ് യാഫസിൻ്റെ മക്കളെന്നാണ്. പിന്നെ ബാക്കിയുള്ള നാടുകളിലേക്കൊക്കെ എത്തിയിട്ടുള്ളത് ഇവരിൽ തന്നെ പല സമൂഹങ്ങൾ പലപ്പോഴായി പല രീതിയിൽ എത്തിയതായിരിക്കും. അമേരിക്കയുടെയൊക്കെ ചരിത്രം നമുക്കറിയാമല്ലോ. നമുക്കറിയുന്ന ചരിത്ര കാലഘട്ടത്തിലാണ് അമേരിക്കയിൽ ജനവാസം കൂടുതലായി ഉണ്ടായതും അവിടേക്ക് ജനങ്ങൾ എങ്ങനെ എത്തിയെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. ആ ഒരു നിലയിൽ കൂടി ഈ 3 മക്കളുടെ പരമ്പരയിൽ ഉള്ളവരാണ് ലോകത്ത് നിന്ന് നിലനിൽക്കുന്ന മനുഷ്യവർഗം മുഴുവൻ. അതിൽ യാഫസിൻ്റെ മക്കളാണ് ഒരു പ്രത്യേകമായ ചൈനക്കാരുടെ ഒരു രൂപം ഉണ്ടല്ലോ, മംഗോളിയർ, തുർക്കികൾ എല്ലാം ആ ഒരു രൂപത്തിലുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുർക്കികളെ സംബന്ധിച്ച്, തുർക്കികളെന്ന് പറയുമ്പം ഇന്നത്തെ തുർക്കി എന്ന നാട്ടിലുള്ള ആൾക്കാരെ കുറിച്ചല്ല,
തുർക്കി എന്ന നാടുണ്ടായതും അവിടെ തുർക്കി ഖിലാഫത്തുണ്ടായതുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വളരെ പിൽക്കാലത്താണ്. പക്ഷെ തുർക്കികൾ എന്ന് പറഞ്ഞൊരു വർഗമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും തുർക്കികൾ എന്ന് പറയുന്നൊരു വർഗം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല ഹദീസുകളിലുമുണ്ട്, ഉത്രുക്കി തുർക്കമാ തറക്കൂക്കും, നിങ്ങൾ തുർക്കികളെ അങ്ങോട്ട് ചെന്ന് ഒന്നും ചെയ്യാൻ നിൽക്കരുത്, തുർക്കികളെ നിങ്ങൾ ഉപദ്രവിക്കുകയേ ചെയ്യരുത്, തുർക്കികൾ ഭയങ്കര അപകടകാരികളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പല ഹദീസുകളുമുണ്ട്, പല വചനങ്ങളുമുണ്ട്. അവരിലാണ് നമ്മൾ ചെങ്കിസ് ഖാൻ എന്നൊക്കെ കേൾക്കുന്ന ആൾക്കാർ ഉണ്ടായിട്ടുള്ളത്. തുർക്കി വംശത്തിൽ വരുന്ന മംഗോളിയ വിഭാഗത്തിൽപ്പെട്ടവരാണ് ചെങ്കിസ് ഖാൻ. അതൊക്കെ ഒരു പ്രത്യേകമായ രൂപത്തിലുള്ള ആൾക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു കാലഘട്ടത്തിൽ നിങ്ങളും തുർക്കികളും തമ്മിൽ യുദ്ധം നടക്കും. ആ തുർക്കികളുടെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെയാണ്: പരന്ന മൂക്കുള്ള, അതുപോലെ നല്ല വട്ടത്തിൽ വട്ടമുഖമുള്ള കഅന്ന വുജൂഹഹും അൽ മജാനുൽ മുതറഖ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്ര നല്ല വട്ടത്തിലുള്ള മുഖമായിരിക്കും അവരുടേത്. അതുപോലെ രോമം കൊണ്ടുണ്ടാക്കുന്ന ചെരുപ്പുകളായിരിക്കും അവർ ധരിക്കുന്നത്. ആ സമയത്ത്, യുദ്ധത്തിൻ്റെ സമയത്തുള്ള അവരുടെ വസ്ത്രധാരണവും അവരുടെ ശരീരപ്രകൃതിയും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 8-ാം നൂറ്റാണ്ടിലാണ് മംഗോളിയരുടെ, ഹിജ്റ വർഷം 8-ാം നൂറ്റാണ്ടിലാണ് മംഗോളിയർ ഇസ്ലാമിക ലോകത്തേക്ക് വലിയ ഒരു കടന്നൽ കൂട്ടം പോലെ കടന്നു വരുന്നതും. ബഗ്ദാദ് അതുപോലെയുള്ള പ്രദേശങ്ങളെല്ലാം, ഒരുപാട് പ്രദേശങ്ങൾ നശിപ്പിച്ച്, അവിടെയുള്ള മനുഷ്യരെ കൊന്ന്, അവിടെയുള്ള പൈതൃകങ്ങളെല്ലാം തകർത്ത്, അവിടെയുള്ള ലൈബ്രറികളെല്ലാം കത്തിച്ച്, ഇങ്ങനെ ബഗ്ദാദിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത നാളുകൾ എന്ന് പറയുന്നത് തുർക്കികൾ ബഗ്ദാദിലേക്ക്, അഥവാ മംഗോളിയർ ബഗ്ദാദിലേക്ക് കയറിയ 40 ദിവസമാണ്. ഇമാം ഇബ്നു അസീർ റഹിമഹുല്ല ആ ചരിത്രം എഴുതുന്നുണ്ട്. ഇബ്നു അസീർ റഹിമഹുല്ലയും ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ്, ഇവരെ നേരിട്ട് കണ്ട ആളാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഉമ്മത്തിൻ്റെ വളരെ കഥ ഞാൻ നേരിൽ കണ്ട ആ സംഭവങ്ങൾ പറയണോ വേണ്ടേ എന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചു. ഞാൻ എഴുതണമെന്ന് വിചാരിച്ച് എഴുതി തുടങ്ങും. പിന്നെയും എന്തിനാണ് ഈ സമൂഹത്തിൻ്റെ ദുഃഖങ്ങളെക്കുറിച്ച് എല്ലാം പൂർണ്ണമായി എഴുതുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേണ്ടെന്ന് വയ്ക്കും. വീണ്ടും ഇങ്ങനെ പല ആവർത്തി ഞാൻ ചിന്തിച്ചു. ഈ സമൂഹം തുർക്കികളെ കൊണ്ട്, അഥവാ മംഗോളിയരെ കൊണ്ട് അനുഭവിച്ചിട്ടുള്ള കിരാതമായ മർദ്ദനങ്ങൾ, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മർദ്ദനങ്ങൾ, അതിനെക്കുറിച്ച് അവസാനം ഞാൻ എഴുതുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇമാം ഇബ്നു അസീർ റഹിമഹുല്ല കുറേ ദീർഘമായി എഴുതുന്നുണ്ട്. നേരിൽ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്, അന്ന് മുസ്ലിം സമൂഹം എത്രമേൽ ദുർബലരായി പോയതെന്നുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുർക്കികളെ സംബന്ധിച്ച് വളരെ കൃത്യമായി താക്കീത് ചെയ്തിട്ടുള്ളതാണ്. ഈ തുർക്കികളുടെ കാലത്ത് ജീവിച്ചിരുന്നൊരു പണ്ഡിതനാണ് ഇബ്നു തൈമിയ. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഹദീസ് വായിച്ചിട്ട് തുർക്കികളുടെ, ഈ മംഗോളിയരുടെ മുഖത്ത് നോക്കിയാൽ നേർക്ക് നേരെ ഈ ഹദീസിൻ്റെ വ്യാഖ്യാനം നമുക്ക് അവരിൽ കാണാൻ കഴിയുമായിരുന്നു. അത്ര കൃത്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മംഗോളിയരെ സംബന്ധിച്ച്, അവരുടെ ആകാരത്തെ സംബന്ധിച്ച്, അവരുടെ പ്രകൃതത്തെ സംബന്ധിച്ച്, അവരണിയുന്ന വസ്ത്രത്തെ സംബന്ധിച്ച് ഒക്കെ പറഞ്ഞത്. അതുപോലെ ഞാൻ കണ്ടതാണ് മംഗോളിയരിൽ എന്ന് അദ്ദേഹം എഴുതുന്നത്. ചുരുക്കത്തിൽ ഈ തുർക്കികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം യാഫസിൻ്റെ പരമ്പരയിൽപ്പെട്ടവരാണ്. നേരത്തെ പറഞ്ഞ പോലെ മംഗോളിയയിലാണ് ഈ പറഞ്ഞ ചെങ്കിസ് ഖാനും ഹോലാക്കോ ഖാനും അതുപോലെയുള്ള തൈമൂർ അതുപോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി ഈ സമൂഹത്തിൻ്റെ പ്രകൃതം നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഒരു പഴയകാല പതിപ്പാണ് യഅ്ജൂജ് മഅ്ജൂജ് എന്ന് മനസ്സിലാക്കാം. ഇത് ക്രൂരന്മാരാണ് ഈ മംഗോളിയർ. ചെങ്കിസ് ഖാൻ്റെ ചരിത്രം ഒരു പക്ഷേ നമ്മൾ ആരെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടായി. അടുത്ത് ഒരാൾ ചെങ്കിസ് ഖാൻ മുസ്ലിം ആയിരുന്നു, മതപ്രചരണത്തിന് വേണ്ടിയിട്ടാണ് ചെങ്കിസ് ഖാൻ ആളെ കൊന്നതെന്നൊക്കെ പറഞ്ഞ് വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി എത്ര നന്നായിട്ട് പഠിച്ചിട്ടാണ് പറയുന്നതെന്ന് ആ ഒരൊറ്റ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഇസ്ലാമിനെ വിമർശിക്കാനേ
ചെങ്കിസ് ഖാനെ സംബന്ധിച്ച് പ്രാഥമികമായ അറിവുള്ള ഒരാൾ ഒരിക്കലും നടത്താത്ത പ്രസ്താവനയാണ്. അപ്പോൾ ഇസ്ലാമിനെതിരെയാണല്ലോ പറയുന്നത്. അപ്പോൾ എന്തു ചെയ്യാം? ഒന്നും പഠിക്കേണ്ട കാര്യമില്ല, തള്ളി വിട്ടാൽ മതി. അത് കൊണ്ടു നടക്കാൻ ആളിഷ്ടം പോലെ ഉണ്ടാവും. ഈ ഇസ്ലാം വിമർശകർക്ക് അവർ പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം ഗ്രാഹ്യത ഉണ്ട് എന്നതിന് ഇതിനേക്കാൾ വലിയൊരു തെളിവ് നമുക്ക് വേറെ കിട്ടാനില്ല. ഏതായാലും ഇതിൻ്റെ ഒരു പൂർവകാല സമൂഹം എന്ന് മനസ്സിലാക്കുക. ഇത് ഈസാ നബിക്കും 500 കൊല്ലം അല്ലെങ്കിൽ 300 കൊല്ലം മുമ്പുള്ള ചരിത്രം എന്നാണ് ദുൽഖർനൈനിയുടെ ചരിത്രം നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വീണ്ടും 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചരിത്രമാണ് ഈ പറയുന്ന ദുൽഖർനൈനിയുടെ ചരിത്രം. അസ്ഹാബുൽ കഹ്ഫിൻ്റെതാണ് നമ്മളൊരു 10-20 കൊല്ലം മുമ്പുള്ള ചരിത്രം എന്ന നിലയ്ക്ക് നേരത്തെ പറഞ്ഞത്. ദുൽഖർനൈനിയുടെ ചരിത്രം പറയുമ്പോൾ ഈസാ നബിക്ക് 500 കൊല്ലം മുമ്പാണ്. മംഗോളിയരുടെ അഥവാ തുർക്കികളുടെ ആക്രമണം ഇസ്ലാമിക ലോകത്ത് വ്യാപകമാകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും 8 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്താണ്. അപ്പം ഇത് തമ്മിൽ ദീർഘമായൊരു കാലാവധിയുണ്ട്. അപ്പം ഇവരുടെ ഒരു മുൻ തലമുറയിൽപ്പെട്ടവരാകണം ഈ യഅ്ജൂജ് മഅ്ജൂജ് എന്നതാണ് ഏകദേശമായ ഒരു പഠനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠനം ഏകദേശമാകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം അങ്ങനെയാണ്. അപ്പോൾ യാഫസിൻ്റെ പരമ്പരയിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ മനുഷ്യർ തന്നെയാണ്, പക്ഷേ ക്രൂരന്മാരാണ്. അവരെത്ര ക്രൂരരാണെന്ന് അറിയണമെങ്കിൽ ചെങ്കിസ് ഖാനെ മാത്രം വായിച്ചാൽ മതി. ചെങ്കിസ് ഖാനെയും തൈമൂറിനെയൊക്കെ വായിച്ചാൽ അതിൻ്റെ ആ ക്രൂരതയുടെ മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സാധനം അവരുടെ പരിസരത്തൂടെ പോയിട്ടില്ല. മനുഷ്യരാണ് എന്ന് നമ്മൾ പറയുമെങ്കിലും മനുഷ്യത്വം ഒട്ടുമില്ലാത്തത്. അവരല്ലാത്തവരെ എല്ലാം അത് ആരെയും വകവരുത്തുന്ന ഒരു പ്രകൃതമാണ് അവരുണ്ടായിരുന്നത്. അവർ തന്നെ പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ച് അവരുടെ പിന്മുറക്കാരാണ് പിന്നീട് നമ്മളുടെ നാട്ടിലുള്ള വന്ന മുഗളർ എന്ന് അറിയപ്പെടുന്ന ആൾക്കാർ. ബാബർ, അക്ബർ, ഹുമയൂൺ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ് എന്നൊക്കെ പറയുന്നവർ ഈ തൈമൂറിൻ്റെയും മംഗോളിയരുടെയും പരമ്പര വംശാവലിയിൽപ്പെട്ട ആൾക്കാരാണ്. രൂപത്തിലും കോലത്തിലും ഒക്കെ അവർ മാറ്റം വന്നുപോയി. അത് സ്വാഭാവികമായും സങ്കലനം കൊണ്ട് വന്നു പോകുന്നതാണ്. അങ്ങനെ ഏതായാലും യഅ്ജൂജ് മഅ്ജൂജിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് ഇത്രയുമാണ്. അവർ മനുഷ്യർ തന്നെയാണ്, പക്ഷേ അവരല്ലാത്തവരോട് അല്പം പോലും കരുണ കാണിക്കാത്ത വളരെ പ്രാകൃതമായ സ്വഭാവമുള്ള ഒരു തരം മനുഷ്യർ എന്ന് മനസ്സിലാക്കാം. ഹത്താ ഇദാ ബലഗ സുമ്മ അത്ബഅ സബബ. ദുൽഖർനൈൻ അടുത്ത മാർഗത്തിലേക്ക് പ്രവേശിച്ചു. ഹത്താ ഇദാ ബലഗ ബൈന സദ്ദൈൻ വജദ മിൻ ദൂനിഹിമാ ഖൗമൻ ലാ യകാദൂന യഫ്ഖഹൂന ഖൗല. ഒന്നും അങ്ങോട്ട് പറയുന്ന ഒന്നും മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത അഥവാ ആംഗ്യത്തിലൂടെ സംസാരിക്കാൻ കഴിയുന്ന ആ ഒരു തരത്തിലുള്ള ആൾക്കാർ. ഖാലു യാ ദുൽഖർനൈൻ, അവർ പറയുകയാണ്, ഇന്ന യഅ്ജൂജ വമഅ്ജൂജ മുഫ്സിദൂന ഫിൽ അർദ്. യഅ്ജൂജും മഅ്ജൂജും വലിയ കുഴപ്പങ്ങളാണ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. ഫിൽ അർദ് ഫഹൽ നജ്അലു ലക ഖർജൻ, ഞങ്ങൾ നിങ്ങൾക്ക് കുറച്ച് തുക പൈസ സമാഹരിച്ച് തരട്ടെ. അപ്പോൾ ഈ സമൂഹം സാമ്പത്തികമായി നന്നായി ഉള്ള സമൂഹമായിരുന്നു എന്ന് അതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. കാരണം ഒരു രാജാവിനോട് ഒരു ആവശ്യം മുമ്പോട്ട് വയ്ക്കുമ്പോൾ അദ്ദേഹത്തിന് അങ്ങോട്ട് പൈസ കൊടുക്കാനും മാത്രമുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു സമൂഹമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അല്ലാഹു അലം. ഹൽ നജ്അലു ലക ഖർജൻ അലാ അൻ തജ്അല ബൈനനാ വബൈനഹും സദ്ദ. യഅ്ജൂജിൻ്റെയും മഅ്ജൂജിൻ്റെയും ഞങ്ങളും തമ്മിൽ ഒരു സദ്, ഒരു കെട്ട്, അവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയാത്ത രീതിയിൽ ഒരു കെട്ട് പണിയണം. അപ്പോൾ ദുൽഖർനൈൻ പറഞ്ഞു, ഖാല മാ മക്കന്നി ഫീഹി റബ്ബി ഖൈറുൻ. അള്ളാഹു എനിക്ക് തന്നിട്ടില്ല. ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർദി എന്നാണ് ഖുർആൻ നേരത്തെ മഹാനായ ദുൽഖർനൈനിയെക്കുറിച്ച് പറഞ്ഞത്. എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടായിരുന്ന ഒരാളാണ് ദുൽഖർനൈൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാ മക്കന്നി ഫീഹി റബ്ബി ഖൈറുൻ. അള്ളാഹു എൻ്റെ കയ്യിൽ നേരത്തെ തന്നെ തന്നിട്ടുള്ള സൗകര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള സൗകര്യങ്ങളെക്കാൾ വലുതാണ്. അഥവാ സാമ്പത്തികമായി നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ടോ അതിനേക്കാൾ വലിയ സാമ്പത്തിക സ്ഥിതി എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് പൈസ കൊണ്ടുവന്നിട്ട് നിങ്ങൾ എനിക്കൊരു സഹായം തരേണ്ട ആവശ്യമില്ല.
ഫഅഈനൂനി ബിഖുവ്വത്തി, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശാരീരികമായ സഹായം എനിക്ക് തരിക. അഈനൂനി ബിഖുവ്വത്തി അജ്അൽ ബൈനക്കും വബൈനഹും റദ്മ, ഞാൻ ഈ യജൂജിൻ്റെയും നിങ്ങളുടെയും ഇടയിൽ ഒരു മറ കെട്ടിത്തരാം എന്ന് മഹാനായ ദുൽഖർനൈൻ ആ സമൂഹത്തോട് പറയാണ്. അപ്പോൾ ഈ പറഞ്ഞ ആവശ്യം ദുൽഖർനൈനെ കുറിച്ച് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. ഒരു ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു മനുഷ്യനാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമായി തന്നിട്ടുള്ള അധികാരത്തെ മനുഷ്യന് ഉപകാരമാകുന്ന രീതിയിൽ ഉപയോഗിക്കുകയും ആ അനുഗ്രഹത്തിൽ അള്ളാഹുവിനോട് ശുക്രോടുകൂടി ജീവിക്കുകയും ചെയ്ത ഒരു മഹാനായ ഭരണാധികാരിയായിട്ടാണ് വിശുദ്ധ ഖുർആനും ഹദീസും ഇസ്ലാമിക പണ്ഡിതന്മാരുമെല്ലാം ദുൽഖർനൈനിയെ പരിചയപ്പെടുന്നത്. ഇപ്പം സാമ്പത്തികമായി സഹായിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹു തആല തന്നതുണ്ടല്ലോ, പിന്നെ നിന്നെ നാട്ടുകാരുടെ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. നാട്ടുകാരുടെ കയ്യിലുള്ളത് ഇരുന്നോട്ടെ, അള്ളാഹു എൻ്റെ കയ്യിൽ ആവശ്യത്തിന് തന്നിട്ടുണ്ട് എന്ന ആ ഒരു തുറന്നു പറയാനുള്ള ഒരു മനസ്സും അത് വേണ്ടുന്ന അളവിൽ ചെലവഴിക്കാനുള്ള ഒരു മനസ്സും അത് എത്രയാണെങ്കിലും ചെലവഴിച്ചിട്ട് ജനങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കാനുള്ള ഒരു സന്നദ്ധതയും ഇതെല്ലാം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദുൽഖർനൈൻ എന്ന ഒരു രാജാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നന്ദിയുള്ള രാജാവായിട്ട് അല്ലെങ്കിൽ അനുഗ്രഹങ്ങളെ അനുഗ്രഹമായി കണ്ട് ഉപയോഗിച്ച ഒരു രാജാവിന് ഉദാഹരണമായി അല്ലാഹു തആല പറയുന്നത്. അജഅൽ ബൈനക്കും വ ബൈനഹും റദ്മ ആതൂനി സുബ്റൽ ഹദീദ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ചരിത്രം പറയുന്നിടത്ത് ഖുർആൻ അത്യാവശ്യം നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞേ പോവുള്ളൂ, വിശദീകരണങ്ങളിലേക്ക് വല്ലാതെ പോകാറില്ല. ആതൂനി സുബ്റൽ ഹദീദ്, നിങ്ങൾ ഇരുമ്പിൻ്റെ കട്ടികൾ കൊണ്ടുപോവാ, ഇരുമ്പിൻ്റെ ഈ ഇഷ്ടികൊക്കെ പോലത്തെ അത് കൊണ്ടുവരണം. അപ്പോൾ ഈ കെട്ടെന്ന് പറഞ്ഞാൽ അതിശക്തമാണ്, ആർക്കും തകർക്കാൻ പറ്റുന്ന തരത്തിലുള്ള കെട്ടൊന്നുമല്ല. ആതൂനി സുബ്റൽ ഹദീദ്, ഇരുമ്പിൻ്റെ കട്ടികൾ നിങ്ങൾ കൊണ്ടുപോകും. ഹത്താ ഇദാ സാവാ ബൈന സദഫൈൻ, അങ്ങനെ ഈ രണ്ട് മലകളുടെയും ഈ രണ്ട് സൈഡിലും ഉയർന്നു നിൽക്കുന്ന ആ കെട്ടിന് ഒപ്പം ഇത് ലെവലായി കഴിഞ്ഞാൽ, അത് കട്ടകൾ വെച്ച് കെട്ടി അതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ, ഇതാ സാവാ ബൈന സദഫൈനി ഖാലം ഫുഹു, നിങ്ങൾ താഴെ നിന്ന് തീ കൊടുക്കുക. താഴെ നിന്ന് തീ കൊടുത്തിട്ട് ഹത്താ ഇദാ ജഅലഹു നാറ, ഇരുമ്പിന് നന്നായി തീ കൊടുത്തു കഴിയുമ്പോൾ അതൊരു തീ കട്ടയായിട്ട് നിൽക്കും. അതൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ, ഉലയിൽ വെച്ച് ഇരുമ്പിൻ്റെ കഷ്ണങ്ങൾ പഴുപ്പിച്ച് കഴിയുമ്പോൾ ഒരു തീയുടെ കട്ട പോലെ അതുണ്ടാവും. അപ്പം ആ നിലയിൽ ഇരുമ്പ് ഒന്നായി പഴുക്കണം, അത്തരം ആ നിലയിൽ നിങ്ങൾ തീ കൊടുക്കണം. അപ്പം നല്ല പൊക്കത്തിൽ ഇരുമ്പിൻ്റെ കട്ടകൾ വയ്ക്കുക, എന്നിട്ട് തീ കൊടുത്തിട്ട് അതെല്ലാം നന്നായി ചൂടായി പഴുത്ത് വരുന്ന രീതിയിൽ അതിന് തീ കൊടുത്തു. അങ്ങനെ അത് ആ രീതിയിൽ ഇരുമ്പ് കത്തി നിൽക്കുന്ന സമയത്ത് ആതൂനി ഉഫ്രിഖ അലൈഹി ഖിത്ര, നിങ്ങൾ ചെമ്പിൻ്റെ ലായനി, ചെമ്പുരുക്കിയ വെള്ളം കൊണ്ടുവരണം, അതിൻ്റെ പുറത്ത് അത് ഒഴിക്കാം. എന്ന് വെച്ചാൽ എത്ര ബലിഷ്ഠമായ, ഒരിക്കലും തകർക്കാൻ പറ്റാത്ത വലിയൊരു അധ്വാനവും വലിയൊരു സാമ്പത്തിക ചെലവും വേണ്ടി വരുന്ന, ഒരു പക്ഷേ നല്ല ദീർഘമായ ഒരു പണി തന്നെ ആവശ്യമായി വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു സമൂഹം ആവശ്യം മുമ്പോട്ട് വെച്ചപ്പോൾ അതിനെന്തെങ്കിലും കാട്ടിക്കൂട്ടി കൊടുത്തിട്ട് എന്നാൽ ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് പോകുന്ന അങ്ങനത്തെ ആളല്ല ദുൽഖർനൈൻ. അദ്ദേഹം ആവശ്യം കണ്ട് ആ ആവശ്യം പരിഹരിക്കാൻ എന്താണോ വേണ്ടത് അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവർ കരുത്തന്മാരായ ആളാണ് യജൂജ് മഅജൂജ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവർ ഇനി തുരന്ന് ഇങ്ങോട്ട് വരാതിരിക്കാനും മാത്രം പാകപ്പെട്ട ഒരു വലിയ ഭിത്തി പണിതുണ്ടാക്കി. ഖാല ആതൂനി സുബ്റൽ ഹദീദ്, ഇരുമ്പിൻ്റെ കട്ടികൾ കൊണ്ടുവന്നിട്ട് ഹത്താ ഇദാ സാവാ ബൈന സദഫൈൻ, അതങ്ങനെ രണ്ട് മലയുടെ തിട്ടകളുമായി സമം ലെവലായി കഴിയുമ്പോൾ ഖാലൻ ഫുഹു, നിങ്ങൾ തീ കത്തിച്ച് അതിനെ പഴുപ്പിക്കുക, ഇരുമ്പിൻ്റെ കഷ്ണങ്ങളെ പഴുപ്പിക്കുക. ഹത്താ ഇദാ ജഅലഹു നാറ, അങ്ങനെ ഇരുമ്പിന് തീ കെടുത്ത് നന്നായി പഴുത്ത് കഴിയുമ്പോൾ ഖാല ആതൂനി ഉഫ്രിഖ അലൈഹി, ചെമ്പിൻ്റെ ലായനി അതിൻ്റെ പുറത്തേക്ക്.
ചെമ്പ് ദ്രാവകം ഒഴിക്കുക. ഫമസ്തഅഉ അൻ യദ്ഹറൂഹു ഫമസ്തതഅഉ ലഹു നഖബ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ പറയപ്പെട്ട സംഘത്തെ ദുൽഖർനൈൻ പിടിച്ചു കെട്ടി. അവർക്ക് പിന്നെ അതിൻ്റെ പുറത്തുകൂടെ ചാടി ഇങ്ങോട്ട് വരാനോ അത് തകർത്തിങ്ങോട്ട് വരാനോ സാധിച്ചിട്ടില്ല, ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷെ അത് ഒരിക്കൽ അവർ പൊട്ടിച്ച് പുറത്തു വരും എന്ന്. ഹത്താ ഇദാ ഫുതിഹത് യഅജൂജു വമഅജൂജു വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യഅജൂജ് മഅജൂജിൻ്റെ കെട്ട് ഖിയാമത്തിൻ്റെ സമയമാകുമ്പോൾ പൊട്ടും. പൊട്ടിക്കഴിയുമ്പോൾ മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ, അത് ഏതെല്ലാം വഴി കൂടെയാണ് എങ്ങനെയെല്ലാമാണ് വരിക. ചില ഹദീസുകളിലുണ്ട് യഅജൂജ് മഅജൂജ് അല്ലാത്ത സംഘത്തിൻ്റെ 1000 ഇരട്ടിയോളം വരുമെന്നാണ് യഅജൂജ് മഅജൂജിൻ്റെ സംഘം. അങ്ങനെയൊക്കെ ചില ഹദീസുകളിലുണ്ട്. ഏതായാലും വലിയ ഒരു സംഘമാണത്. യമൂജ്, ഖുർആൻ അങ്ങനെ തന്നെയാണ് അടുത്ത ആയത്തിൽ പറയുന്നത്, യമൂജു ബഅദഹും യമൂജു ഫി ബഅദിൻ. ഇത് തിരകൾ കടൽ ആർത്തിരമ്പുന്നത് പോലെയുള്ള ഒരു വരവായിരിക്കും ഈ സംഘത്തിൻ്റെ വരവ്. അല്ലാതെ ഒന്നോ രണ്ടോ ആൾക്കാരല്ല വരിക, വലിയ സംഘങ്ങളായിട്ട് ചേർന്ന് വരും. വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട്. അവസാന സമയം ദജ്ജാലിന് ശേഷം ഈസാ അലൈഹിസ്സലാമയ്ക്ക് ശേഷം യഅജൂജ് മഅജൂജ്. ഇതാണ് അതിൻ്റെ ഒരു ഓർഡർ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളതും കൃത്യമായി ഹദീസിൽ വന്നിട്ടുള്ളതുമായ ക്രമം അങ്ങനെയാണ്. ദജ്ജാലിന് ശേഷം ഈസാ നബിക്ക് ശേഷം യഅജൂജ് മഅജൂജ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്തുള്ള സമയത്തായിരിക്കും യഅജൂജ് മഅജൂജ് വരിക. പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു സംഘമല്ല അത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അവർക്കെതിരെ ദുആ ചെയ്യുന്നതാണ്. ആ ദുആയിൽ അവരുടെ ശരീരത്തിൽ പ്രത്യേകമായ ഒരുതരം പുഴുക്കൾ ശരീരത്തിൽ പിടികൂടുകയും അങ്ങനെ അവരെല്ലാം മരണപ്പെട്ട് തീർന്നു പോകും എന്നാണ് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ സംഘത്തെ പിടിച്ചു കെട്ടിയിടത്തു നിന്നും ഒരിക്കൽ സമൂഹത്തെ ഒന്നടങ്കം ആക്രമിച്ചുകൊണ്ട് ഒരു വരവ് വരും. അന്ന് ആ സ്ഥലത്ത് മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇനി അത് വലിയൊരു അപകടകാരിയായിട്ട് തിരിച്ചു വരാനുണ്ട്. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞത് ഫമസ്തഅഉ അൻ യദ്ഹറൂഹു, ആ ഭിത്തിയുടെ മേലെ കൂടെ കയറി ഇപ്പുറത്തേക്ക് വരാനും അവർക്ക് കഴിയില്ല. വമസ്തതഅഉ ലഹു നഖബ, എന്നാൽ ആ ഭിത്തിക്കൊരു ഹോളുണ്ടാക്കി അങ്ങനെ പുറത്തേക്ക് വരാൻ ഇത് രണ്ടും ഇവർക്ക് കഴിയില്ല. രണ്ടും കഴിയാത്ത രീതിയിൽ നല്ല ഹൈറ്റുള്ള ബലിഷ്ഠമായ ഒരു ഭിത്തിയാണ് മഹാനായ ദുൽഖർനൈൻ പണിതത്. എന്നിട്ട് ദുൽഖർനൈൻ പറയുന്നുണ്ട്, ഹാദാ റഹ്മത്തും മിർ റബ്ബി ഖാല ഹാദാ റഹ്മത്തും മിർ റബ്ബി ഫഇദാ ജാഅ വഅദു റബ്ബി ജഅലഹു ദക്കാഅൻ വകാന വഅദു റബ്ബി ഹഖ്ഖാ. ഞാനിപ്പോൾ ഈ ചെയ്തത്, ഇത്ര നല്ലൊരു സംവിധാനം നിങ്ങൾക്കുണ്ടാക്കി തന്നത്, ഇതെല്ലാം റഹ്മത്തുൻ മിർ റബ്ബി, എൻ്റെ റബ്ബിൻ്റെ കാരുണ്യമാണ്. ദുൽഖർനൈനെക്കുറിച്ച് നമ്മൾ തുടക്കം മുതലേ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിൽ ശരിയായ വിശ്വാസമുള്ള, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ നന്ദിയുള്ള ഒരു മഹാനായ രാജാവാണ് അദ്ദേഹം. അപ്പോൾ ഹാദാ റഹ്മത്തുൻ മിർ റബ്ബി, ഇത് അള്ളാഹു എനിക്ക് ചെയ്ത ഒരു കാരുണ്യമാണ്, അല്ലാതെ എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയ കാര്യമാണ് എന്ന് വിചാരിക്കണ്ട. ഇത്തരം നിങ്ങളുടെ പ്രശ്നത്തിനൊരു വലിയ പരിഹാരം ഉണ്ടായപ്പോൾ ഇത് എൻ്റെ മിടുക്ക് കൊണ്ടാണെന്നുള്ള വിചാരം നിങ്ങൾക്ക് വേണ്ട. റഹ്മത്തുൻ മിർ റബ്ബി. പക്ഷേ റഹ്മത്തുൻ മിർ റബ്ബി എന്ന് പറഞ്ഞിട്ട് തുടർന്ന് പറയുന്നത് ഫൈദാ ജാഅ വഅദു റബ്ബി ജഅലഹു ദക്കാ, അള്ളാഹുവിൻ്റെ തീരുമാനം ഇനി വരുമ്പോൾ, അഥവാ ലോകാവസാനത്തിൻ്റെ സമയമാകുമ്പോൾ ജഅലഹു ദക്കാ, അതെല്ലാം നിരപ്പാക്കപ്പെടും. എല്ലാം തകർക്കുന്ന ഒരു ലോകത്തിൻ്റെ അവസാനമുണ്ട്. അതിനെ അതിജയിക്കാനും മാത്രമുള്ള ശേഷിയൊന്നും ഈ പറഞ്ഞ ഇരുമ്പിനോ ഉരുക്കിനോ ചെമ്പിനോ ഒന്നുമില്ല. അതിനെല്ലാം തകർക്കുന്നതാണ് അള്ളാഹുവിൻ്റെ അന്തിമ ദിവസത്തിൻ്റെ തീരുമാനം. ഫഇദാ ജാഅ വഅദു റബ്ബി ജഅലഹു ദക്കാ വകാന വഅദു റബ്ബി ഹഖ്. അല്ലാഹു തആല ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ പുലരുന്നതാണ്. എല്ലാം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. ഇരുമ്പും ഉരുക്കും എല്ലാം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ പുറത്തേക്ക് ഇതൊന്നും പോകുന്നില്ലല്ലോ. എന്നിട്ട് തുടർന്ന് പറയുന്നത് അല്ലാഹു തആല വതറക്നാ ബഅദഹും യമൂജു ഫീ ബഅദിൻ വനുഫിഖ ഫിസ്സൂരി ഫജമഅനാഹും ജംഅ.
വതറക്നാ ബഅദഹും യമൂജു ഫീ ബഅദ്. അവർ പരസ്പരം കടൽ പോലെ ആർത്തിരമ്പുന്ന അവസ്ഥയിലാണുള്ളത്. അതിനെ സംബന്ധിച്ച് ഖുർആൻ വ്യാഖ്യാതാക്കൾ വ്യത്യസ്തമായ രീതിയിൽ പറയുന്നുണ്ട്. നമുക്ക് തീർത്ത് പറയാൻ നിർവാഹമില്ല. ഇമാം റാസി റഹിമഹുല്ലയുടെ അഭിപ്രായം അനുസരിച്ച് യഅജൂജ് മഅജൂജിനെ കുറിച്ച് തന്നെയാണ് തറക്നാ ബഅദഹും യമൂജു ഫീ ബഅദിൻ എന്ന് പറഞ്ഞു. യഅജൂജ് മഅജൂജിനെ സംബന്ധിച്ച് തന്നെയാണ്. അവർ വലിയ ആർത്തിരമ്പുന്ന സൈന്യം പോലെ ആ കെട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നു എന്ന അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ അത് പുറത്തേക്ക് വരും എന്ന അർത്ഥത്തിലാണ്. ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് മനുഷ്യരെ ഒന്നടങ്കം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാക്ക് പറഞ്ഞത് എന്നാണ്. കാരണം തുടർന്ന് പറയുന്ന വാക്ക് ഇതാണ്, വനുഫിഖ ഫിസ്സൂരി ഫജമഅനാഹും ജംഅ. സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ എല്ലാവരെയും ഞാൻ ഒരുമിച്ച് കൂട്ടും എന്നാണ് അടുത്ത വാക്ക്. അപ്പോൾ സൂറിലേക്ക് ഇസ്രാഫീലിൻ്റെ ഊതലുണ്ടാകുമ്പോൾ മനുഷ്യരൊന്നടങ്കം എല്ലാം കൂടെ ഒരലയടിക്കുന്ന സമുദ്രം പോലെ വരും എന്നുള്ള അർത്ഥത്തിലാണ് എന്നും രണ്ട് രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും രണ്ടും അതിൻ്റേതായ അർത്ഥത്തിൽ ശരിയാണ്. മനുഷ്യരെല്ലാവരും കൂടെ സൂര്യൻ്റെ കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ എല്ലാവരെയും ഒന്നായി ഒരുമിച്ച് കൂട്ടപ്പെടും, ഒരു മനുഷ്യനും അതിൽ നിന്ന് ഒഴിവാകില്ല. അതുപോലെ വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ ഫൈദാൻ ഇദാ ഫുതിഹത് യഅജൂജ് വമഅജൂജ്. യഅജൂജിൻ്റെയും മഅജൂജിൻ്റെയും ആ കെട്ട് പൊളിച്ച് അവർ പുറത്തേക്ക് വരികയാണെങ്കിൽ അതൊരു വലിയ ഒഴുക്കായിട്ട് വരുമെന്ന് ഖുർആൻ തന്നെ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ഒന്നായിട്ടുള്ള വരവ് കൊണ്ട് ഉദ്ദേശിക്കുന്ന മനുഷ്യവംശത്തിൻ്റെ ഒന്നായിട്ടുള്ള അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ യഅജൂജ് മഅജൂജിനെ സംബന്ധിച്ചായിരിക്കാം. അല്ലാഹു അഅലം. വഅറദ്നാ ജഹന്നമ യൗമഇദിൻ ലിൽകാഫിരീന അർദ. അവിശ്വാസികൾക്ക് നരകത്തെ നാം അന്ന് കാണിച്ചു കൊടുക്കുന്നതാണ്. ഇനി തുടർന്ന് പോകുന്നത് ഖിയാമത്ത് നാളിൻ്റെ അവസ്ഥയെ സംബന്ധിച്ചാണ് പറഞ്ഞു പോകുന്നത്. വഅറദ്നാ ജഹന്നമ യൗമഇദിൻ ലിൽകാഫിരീന അർദ الذين كانت أعينهم في غطاء عن ذكري وكانوا لا يستطيعون سمعا. അല്ലാഹു തആല യഅജൂജ് മഅജൂജിൻ്റെ ആ ഒരു സംഭവം, ദുൽഖർനൈനിയുടെ സംഭവം, അല്ലെങ്കിൽ മൊത്തത്തിൽ ആ വിഷയം കൊണ്ടുപോയി അവസാനിപ്പിക്കുന്നത് മനുഷ്യൻ്റെ പരലോക കാര്യത്തിലുള്ള അശ്രദ്ധയെ സംബന്ധിച്ച് പറഞ്ഞിട്ടാണ്. മനുഷ്യന് ഇത്രയേറെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ചെയ്തിട്ടുള്ള നിഅമത്തുകൾ ഒരു ഭാഗത്ത്, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ട് ഈ ലോകത്ത് നിലനിൽക്കുന്ന അത്ഭുതങ്ങൾ വേറൊരു ഭാഗത്ത്, അള്ളാഹുവിനെ അറിയാൻ ഉതകുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഈ ലോകത്ത് അള്ളാഹു തആല നിറയെ വെച്ചിരിക്കുന്നു. എന്നിട്ടും മനുഷ്യൻ്റെ ചിന്ത ആ വഴിക്ക് പോകുന്നില്ല. മനുഷ്യൻ അശ്രദ്ധയിലാണ്. മനുഷ്യൻ വേറെ ഏതോ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ചെവി കൊണ്ട് ലാ യസ്തതീഊന സമഅ, അവർക്ക് കേൾക്കാൻ കഴിയുന്നില്ല. കേൾക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഖുർആൻ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, ലഹും ഖുലൂബുൻ ലാ യഅഖിലൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽഅൻആം ബൽ ഹും അദൽ. വേറെയും സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലഖദ് മക്കന്നാഹും മാ ഇൻ മക്കന്നാകും ഫീഹ്. നിങ്ങൾക്ക് അല്ലാഹു തആല ചെയ്തു തരാത്ത സൗകര്യങ്ങളെല്ലാം മുൻകാല സമൂഹങ്ങൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഞാൻ കണ്ണ് കൊടുത്തിരുന്നു, അവർക്ക് ഞാൻ കാത് കൊടുത്തിരുന്നു, അവർക്ക് ഞാൻ ഹൃദയം കൊടുത്തിരുന്നു. പക്ഷേ മാ അഗ്നാ അൻഹും സംഉഹും വലാ അബ്സാറുഹും, അവരുടെ കണ്ണുകൊണ്ട് അവർക്കൊരു ഉപകാരവും ഉണ്ടായില്ല, അവരുടെ കേൾവി കൊണ്ട് അവർക്കൊരു ഉപകാരവും ഉണ്ടായില്ല. എന്ന് വെച്ചാൽ കാണേണ്ടത് കണ്ടില്ല, കേൾക്കേണ്ടത് കേട്ടില്ല. അതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഇപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം കണ്ണും കാതും ഹൃദയവും ചിന്തിക്കാനുള്ള ശേഷിയും എല്ലാം തന്നിരിക്കുന്നത് ഖുർആൻ്റെ നേർക്ക് നേരെയുള്ള വാക്കിൽ, നേർക്ക് നേരെ ഖുർആൻ പറയുന്നതനുസരിച്ച് അള്ളാഹുവിനെ കുറിച്ച് കാണാനാണ്, അള്ളാഹുവിനെ കുറിച്ച് കേൾക്കാനാണ്, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ. എന്തുകൊണ്ടാണ് നിങ്ങൾ അസ്ഹാബു സഈറിൽ പെട്ടുപോയതെന്ന് സൂറത്തുൽ മുൽക്കിൽ പറയുന്നുണ്ട്. ഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ. ഞങ്ങൾ കണ്ടിരുന്നെങ്കിൽ, ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങൾ നരകത്തിലാകുകയില്ല. അവർ കാണാത്തവരല്ല, കേൾക്കാത്തവരുമല്ല, പക്ഷെ കാണേണ്ടത് കണ്ടില്ല, കേൾക്കേണ്ടത് കേട്ടില്ല. അപ്പം മനുഷ്യൻ ഈ ലോകത്ത് അള്ളാഹു തന്ന കണ്ണും കാതും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് പലതും കേൾക്കുന്നുണ്ട്, പലതും കാണുന്നുണ്ട്. അള്ളാഹു പറയുന്നത്, പക്ഷേ നല്ലത് കാണാത്തവർ, നല്ലത് കേൾക്കാത്തവർ,
പരലോകത്ത് നരകത്തിൽ വെച്ച് പറയുന്നത് ഇങ്ങനെയായിരിക്കും, ലൗ കുന്നാ നസ്മഉ, ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ, ലൗ കുന്നാ നസ്മഉ, ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ. എല്ലാം കേട്ടവരെ ഇഷ്ടംപോലെ പാട്ടും മ്യൂസിക്കും അത് ഇത് ചെവിയിൽ ഏത് നേരവും ഉണ്ടാവും. ചെവി പൊട്ടുന്ന തരത്തിലുള്ള സാധനങ്ങൾ കണ്ടിട്ടില്ലേ? എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ പോയാൽ സാധാരണ ചെവിയുള്ള ആൾക്കാർക്ക് നിൽക്കാൻ പറ്റില്ല. പ്രത്യേക എന്തോ സംവിധാനം ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. ഇപ്പോഴത്തെ ആൾക്കാരുടെ ചെറുപ്പക്കാരുടെ ചെവിക്ക് എന്തോ ഒരു പുതിയ കുതിരത്ത് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തോ അവർ പ്രത്യേകിച്ച് ചെവിയിൽ സ്പെഷ്യലായിട്ട് കയറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് കേൾക്കാൻ പറ്റും. ഏത് മാതിരിയാണ്, താഴേന്ന് വരികയാണോ മുകളിൽ നിന്ന് വരികയാണോ സൈഡിൽ നിന്ന് വരികയാണോ എവിടെ നിന്നാ ശബ്ദമൊന്നു പോലും മനസ്സിലാക്കാത്ത രീതിയിൽ ഇങ്ങനെ തകർക്കുകയാണ്. ഇതെല്ലാം കേട്ടതാണ്. പക്ഷേ അല്ലാഹു തആല പറയുന്നത് ലൗ കുന്നാ നസ്മഅ, ഞങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിൽ, ഔ നഅഖിൽ, ഞങ്ങളൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ്, ഞങ്ങൾ ഒരിക്കലും ഈ നരകത്തിലേക്ക് വരികയില്ല. ഇപ്പം സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ചില കേൾവികളുണ്ട്, സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ചില കാഴ്ചകളുണ്ട്, സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ചില ചിന്തകളുണ്ട്. ബാക്കിയുള്ള ചിന്തകൾ നമ്മളെ എത്തിക്കുക നരകത്തിലേക്കാണ്. ഇത് ഖുർആൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൂചനയല്ല. ഇതൊന്നും ഖുർആൻ്റെ സൂചനയേ അല്ല. ഖുർആൻ നേർക്ക് നേരെ പച്ചയ്ക്ക് കൃത്യമായി പറയുന്ന വാക്കുകളാണ്. അവർക്ക് ഞാൻ കണ്ണു കൊടുത്തു, കാതു കൊടുത്തു, ഹൃദയം കൊടുത്തു. അവരുടെ കണ്ണുകൊണ്ട് ഉപകാരം ഉണ്ടായില്ല, കാതുകൊണ്ട് ഉപകാരം ഉണ്ടായില്ല, ഹൃദയം കൊണ്ട് ഉപകാരമുണ്ട്, ഒന്നുകൊണ്ടൊരു ഉപകാരം ഉണ്ടായില്ല എന്ന്. എന്നിട്ട് അല്ലാഹു തആല ആ സമൂഹത്തെ സംബന്ധിച്ച് തന്നെ പറയുന്നുണ്ട്, അവർ വലിയ തബ്നൂന ബികുല്ലി റീഇൻ ആയതൻ തഅബസു വതത്തഖിദൂന മസാനി ലഅല്ലകും തഖ്ലുദൂൻ. അങ്ങനെയുള്ള ആൾക്കാരാണ് അവർ. വലിയ മലകൾ തുരന്നുണ്ടാക്കിയിട്ട് അവിടെ വലിയ ബിൽഡിങ്ങുകൾ, കെട്ടിടങ്ങൾ പണിതുയർത്തിയവരാണ്. അതാ അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള വസ്തുക്കളെ ഉപയോഗിക്കാൻ എത്ര കഴിവുണ്ടോ അതിനേക്കാൾ വലിയ കഴിവ് കൊടുത്തവർ മുൻകാല സമൂഹത്തിലുണ്ടായിരുന്ന ഖുർആൻ പറയുന്നത്, വലഖദ് മക്കന്നാഹും മാ ഇൻ മക്കന്നാകും ഫീ. നിങ്ങൾക്കിപ്പോൾ ഉണ്ടല്ലോ JCB അത് ഇത് എന്നിങ്ങനെ സാധനങ്ങൾ, അന്നത്തെ ആൾക്കാർ പോയി വെറുതെ ഇങ്ങനെ തോണ്ടിയിട്ട് പറക്കത്ത് കയറി ജീവിക്കുമായിരുന്നു. അങ്ങനത്തെ മനുഷ്യരുണ്ടായിരുന്ന ഖുർആൻ പറഞ്ഞു, തൻഹിതൂന മിനൽ ജിബാലി ബുയൂതൻ. അങ്ങനത്തെ മനുഷ്യർ. ഇപ്പം നിങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ള സാങ്കേതിക വിദ്യയുടെയും മേലെ വളർന്ന മക്കക്കാരോടാണ് അത് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഉമ്മത്തിനോട് മൊത്തത്തിലും ആകാം. ഏതായാലും കൈകൊണ്ട് പാറനെ തുറന്നെടുക്കാനുള്ള ശേഷിയൊന്നുള്ള ആൾക്കാർ ഇപ്പോൾ ഇല്ലല്ലോ. അങ്ങനെ വലിയ സാങ്കേതിക വിദ്യയിൽ ജീവിച്ച ആൾക്കാർ, വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയവർ, അല്ലാഹു തആല പറയുന്നു, അങ്ങനെ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയവർക്ക് മാ അഗ്നാ അൻഹും സമഉഹും, അവരുടെ കേൾവി കൊണ്ട് ഒരു ഉപകാരവും കിട്ടിയില്ല. എത്ര ഗൗരവത്തിലാണ് പറയുന്നത്. അവരുടെ കാഴ്ച കൊണ്ട് ഒരു ഉപകാരവും കിട്ടിയില്ല. അവരുടെ ചിന്ത കൊണ്ട്, ഈ എഞ്ചിനീയർമാരൊക്കെ അത്ര നേരം ആലോചിച്ചിട്ടല്ലേ ഒരു പ്ലാനൊക്കെ വരച്ചുണ്ടാക്കുന്നത്. അവരുടെ ചിന്ത കൊണ്ടും ഒരു ഉപകാരവും ഉണ്ടായില്ല എന്ന് അല്ലാഹു തആല പറയാണ്. ഇത് അതേ ആശയം തന്നെ അല്ലാഹു തആല ഇവിടെ ഒന്നും കൂടെ പറയുന്നുണ്ട്. الذين كانت أعينهم في غطاء عرضنا جهنم يومئذ للكافرين عرضا. അള്ളാഹുവിനെ നിഷേധിച്ച് ജീവിച്ച മനുഷ്യരുടെ മുമ്പിൽ അന്ന് നരകം കാണിക്കപ്പെടും. الذين كانت أعينهم في غطاء عن ذكري, അവരുടെ കണ്ണ് എന്നെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്നും മറയിലായിരുന്നു. എന്നെക്കുറിച്ച് കാണാൻ അവർ കഴിഞ്ഞിട്ടേ ഇല്ല. ഫീ കുല്ലി ഷൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദുൻ എന്ന് കവി പറഞ്ഞ പോലെ, ലോകം മുഴുവൻ അല്ലാഹു തആല വിതറിയിട്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. അത് മലകളാണെങ്കിലും മരങ്ങളാണെങ്കിലും കടലാണെങ്കിലും മരുഭൂമിയാണെങ്കിലും ലോകം മുഴുവൻ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. ഫീ കുല്ലി ഷൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദുൻ. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഭൂമി മുഴുവൻ നിറച്ചു വെച്ചിട്ടും അല്ലദീന കാനത അഅ്യുനുഹും ഫീ ഗിതാഇൻ, അവിടെ അള്ളാഹിനെ കാണാൻ സമയം കിട്ടിയിട്ടില്ല, അള്ളാഹിനെ കാണാൻ ശ്രമിച്ചിട്ടില്ല, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കാണാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ അശ്രദ്ധമായി ഏതോ ലോകത്ത് ജീവിച്ചു പോയ മനുഷ്യർ, അവരുടെ മുമ്പിൽ നരകം കാണിക്കപ്പെടും. വകാനൂ ലാ യസ്തതീഊന സമഅ, അവർക്ക് കേൾക്കാൻ കഴിയുമായിരുന്നില്ല. എന്ന് വെച്ചാൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാൻ ഉതകുന്ന കാര്യങ്ങൾ, അതൊന്നും കേൾക്കാൻ അവർക്ക് സമയമുണ്ടായിരുന്നില്ല. ആകെ ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇവിടെ നമ്മൾ 4-5 സംഭവങ്ങൾ പറഞ്ഞു.
സൂറത്തു അൽ കഹഫിൻ്റെ തുടക്കം മുതൽ റമദാൻ്റെ 1 മുതൽ 4-5 സംഭവങ്ങൾ, ആ സംഭവത്തിലുള്ള ഗുണപാഠങ്ങളെല്ലാം പറഞ്ഞു. അതിൻ്റെയൊക്കെ അവസാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അള്ളാഹു നമ്മുടെ മുമ്പിൽ കുറേയേറെ സംഭവങ്ങൾ വിശദീകരിച്ചു. ഈ സൂറത്തിലും ഇതല്ലാത്ത വേറെ പല സൂറത്തുകളിലും വിശദീകരിച്ചു. അതല്ലാതെ ഭൂമിയിൽ മുഴുവൻ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം നമുക്ക് കാണാൻ കഴിയും. ആകാശത്തും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത് കാണാനും അതിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാനും വേണ്ടിയാണ് ഈ ചരിത്രങ്ങളും സംഭവങ്ങളും സൂര്യനും ചന്ദ്രനും ആകാശവും നക്ഷത്രങ്ങളും എല്ലാം അതിനുള്ളത്. ആ നിലയിൽ ഇതിനെയൊക്കെ ഉപയോഗപ്പെടുത്തിയാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഇല്ലെങ്കിൽ വഅറദ്നാ ജഹന്നമ യൗമഇദിൻ ലിൽ കാഫിരീന അർദ, നിഷേധികളുടെ മുമ്പിൽ അല്ലാഹു തആല നരകത്തെ കാണിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ഈ ലോകത്ത് കാണിച്ചു തന്ന ദൃഷ്ടാന്തങ്ങൾ, വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള ഒരുപാട് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്ന സംഭവങ്ങൾ, അതിലൂടെയെല്ലാം അല്ലാഹുവിനെ മനസ്സിലാക്കാൻ, യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക